സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരും അച്ഛന്മാരും ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയുണ്ട്. ആ ചതിയുടെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ആ ചതി കേൾക്കുവാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോ കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഈ കഴിഞ്ഞ കാലം അത്രയും വിശ്വാസികളോട്, ലോകം മുഴുവനോട് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് ഇവർ നമ്മെ പറ്റിക്കുകയും വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സ്വർഗമില്ല, ഇവിടെ നരകം എന്ന് പറയുന്ന ഒന്നുണ്ട്. ബൈബിളിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന, വിശ്വാസപരമായി ഈ കാലമത്രയും നമ്മൾ വിശ്വസിച്ച നരകം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഉണ്ട് എന്ന് ഇവിടുത്തെ പിതാക്കന്മാരും എറണാകുളത്തെ വിമത വൈദികരും നമ്മെ കാണിച്ചു തന്നു. സ്വന്തം സഭയെക്കുറിച്ച്, സഭാ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ സ്വയം ലജ്ജ തോന്നുന്നു. നമ്മളൊക്കെ ബൈബിളിൽ കാണുന്ന നരകത്തെക്കുറിച്ച്, ആ നരകം അന്വേഷിച്ച് ഈ ലോകത്തിൽ മറ്റെവിടെയും നമ്മൾ അരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ തന്നെയാണ്, നമ്മുടെ ഇടയിലുണ്ട്. അതും സീറോ മലബാർ സഭയിൽ, അതും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. ബൈബിളിൽ നാം കാണുന്ന നരകമുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. ഇനി ഈ നരകം ആരുടെ സൃഷ്ടിയാണ്? നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഞാനിവിടെ അധികം പറയുന്നില്ല. കാരണം സ്വർഗം നമുക്ക് കാണിച്ചു നൽകുന്ന വളരെ ചുരുക്കം വൈദികരുടെ കാര്യങ്ങളോ ഒന്നും ഇവിടെ വിലമതിക്കപ്പെടുന്നില്ല, ആരും പരാമർശിക്കുന്നില്ല. അതാർക്കും പ്രസംഗിക്കേണ്ട, അതാർക്കും എടുത്ത് ചർച്ച ചെയ്യേണ്ടതില്ല. ഇവിടെ ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് നരകത്തിന്റെ വർത്തമാനങ്ങളാണ്. കാരണം നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാർക്കും വൈദികർക്കും അറിയാം, ഭൂമിയിലെ നരകത്തിന്റെ സൃഷ്ടികർത്താക്കൾ ഇവർ തന്നെയാണ് എന്നുള്ളത്. നരകത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് തന്നെ എടുത്താൽ, ഇവരൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവിടെ ഭയങ്കരമായ തീയാണ്, അവിടെ പുഴുക്കളും പാമ്പുകളും തേളുകളും ഒക്കെ മനുഷ്യന്റെ, അതുകൊണ്ട് മോശമായി ജീവിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും, അതുകൊണ്ട് നിങ്ങൾ നന്നായി ജീവിക്കണമെന്ന് ഇവർ വാതോരാതെ അങ്ങോട്ട് പ്രസംഗിച്ചു കളയും. ഈ പറയുന്ന തീയും ഗന്ധകവും ചാകാത്ത പുഴുക്കളും തേളും കരിമൂർക്കനും അണലിയും രാജവെമ്പാലയും സഹിതം ഇവിടെ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരുടെ, അവർ ഇരിക്കുന്ന സ്ഥാപനങ്ങളിലും അവരുടെ മുറികളിലും അവരുടെ കട്ടിലിലും അവരുടെ ദേഹത്തും കേറി മെഴുകി നടന്നു. കേറി മെഴുകി നടക്കുന്നു. എന്താണ് കഥ? ഈ നരകത്തിലെ ഞാൻ ഈ പറയുന്ന ഈ വിഷജന്തുക്കൾ, ഈ വർഗം അവനവന്റെ കുടുംബത്തിലും അവനവന്റെ സമൂഹത്തിലും അവനവന്റെ മക്കളുടെ മേലും സ്വന്തം ദേഹത്തു വരെ കൊത്തിയും കൊന്നും ചീറ്റിയും നക്കിയും ദേഹത്ത് കയറി മെഴുകി നടന്ന് അവരുടെയൊക്കെ കാലിന്റെ ഇടയിലൂടെയും കൈകൾക്കിടയിലൂടെയും വരിഞ്ഞു മുറുക്കി അവരുടെ ദംശനമേറ്റ് നടക്കുന്നത് ആസ്വദിക്കുന്ന ഒരു വർഗമുണ്ട് ഇവിടെ. ഈ മൂർഖന്മാരെ താലോലിക്കുന്ന ഒരു വർഗമുണ്ട് ഇവിടെ. അവനവന്റെ മക്കളെ കൊത്തി, മക്കളെ നശിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി ഇവരുടെയൊക്കെ ദംശനമേറ്റിട്ടും ഒരു വടിയെടുത്ത്, ആയുധമെടുത്ത് ഇവരുടെയൊക്കെ പത്തി തല്ലിക്കെടുത്താത്ത, വടിയെടുത്ത് അടിച്ച് ഈ പാമ്പുകളുടെ നടുവോടിക്കാത്ത, ഇതിനെ താലോലിക്കുന്ന ഒരു വർഗം സീറോ മലബാർ സഭയിലുണ്ട്. അവരാണ് സിനഡ് പിതാക്കന്മാർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, ഇവിടുത്തെ പെർമനന്റ് സിനഡ്, ഇവരൊക്കെയാണ് വടിയെടുത്ത് ഈ മാരക വിഷമുള്ള പാമ്പുകളുടെ പത്തി തല്ലിക്കെടുത്തേണ്ടവർ. അവർ അത് ചെയ്യുന്നതിന് പകരം അവരെ പാലൂട്ടി വളർത്തുന്നു, അവരെ താലോലിക്കുന്നു. ഇവരൊക്കെ ദേഹത്തുകൂടി കയറി മെഴുകി നടക്കുന്നത് ഇത്രമാത്രം ആസ്വദിക്കുന്ന മറ്റൊരു വർഗത്തെ ഈ ലോകത്തിൽ ഒരു സഭയിലും ഒരു വിജാതികളുടെ ഇടയിലും കാണാൻ പറ്റില്ല എന്നുള്ളത് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സുവിശേഷമാണ്. ഈ നരകത്തിലെ ഏറ്റവും ഉഗ്രവിഷമുള്ള അണലികളും കരിമൂർഖന്മാരുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 350 വിമത വൈദികർ. ഈ 350 വിമത വൈദികർ, ഇവരെ താലോലിക്കുന്ന പിതാക്കന്മാർ
സൃഷ്ടിച്ച ഒരു നരകമുണ്ട് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. ഇവർ സഭാമക്കളെ കൊന്നാലും ഒരു സഭാപിതാക്കന്മാർക്കും സങ്കടമില്ല, വേദനയില്ല. സഭാമക്കളുടെ വിശ്വാസികളുടെ അത്താഴം മുടക്കിയാലും അന്നം മുടക്കിയാലും ഒരു പിതാക്കന്മാർക്കും ഒരു അപ്പന്മാർക്കും ഈ സഭയിൽ വേദനയില്ല, സങ്കടമില്ല. അവർക്ക് നിരാശയില്ല, അവർക്ക് ആകുലതയില്ല. ഈ അപ്പന്മാർക്കിടയിൽ ആ ഒരു നിരാശ പോലും ജനിപ്പിക്കാതെ, സങ്കടമില്ലാത്ത രീതിയിൽ, കരുണയില്ലാത്ത രീതിയിൽ ഇവരുടെ മനസ്സിനെ പോലും പിശാച് ഇത്രമാത്രം കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് സീറോ മലബാർ സഭയെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ അപകടം. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന, അൾത്താരയിൽ കിടന്ന് സുവിശേഷങ്ങൾ പ്രസംഗിക്കുന്ന, കവലകളിൽ മാറി മാറി സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നത് പോലെ പല രൂപതകളിലും പല പല സ്ഥലങ്ങളിലും ഒക്കെ മാറി മാറി പട്ടം കൊടുത്തത് കൊണ്ടോ, മാറി മാറി അൾത്താരകളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് കൊണ്ടോ, ചെയ്യേണ്ടത് ചെയ്യാതെ തിന്മയെ വളർത്തുന്ന, അനീതിയെ സംരക്ഷിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന അധപ്പതനം തന്നെയാണ് സീറോ മലബാർ സഭയുടെ അധപ്പതനം. ഈ ചെറിയ പേരിൽ ഒരുവൻ ഉതപ്പിന് കാരണമാകുന്നുവെങ്കിൽ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ വീഴാൻ പറഞ്ഞ വചനമൊക്കെ അൾത്താരയിൽ നിന്ന് പ്രസംഗിക്കാനുള്ള വചനമല്ല. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ അവനവന്റെ സഭയിലും സമൂഹത്തിലും ഇടവകകളിലും പ്രാവർത്തികമാക്കേണ്ട സുവിശേഷങ്ങളാണ്. അത്തരത്തിൽ സ്വന്തം സഭയെ, സ്വന്തം കുടുംബത്തെ നരകമാക്കി പാമ്പുകളെ താലോലിക്കുന്ന ഒരു നാടാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയും സീറോ മലബാർ സഭയും. എറണാകുളത്തെ 350 വൈദികർ സഭയെ അനുസരിക്കാതെ, തങ്ങളുടെ മെത്രാന്മാരെ അനുസരിക്കാതെ എറണാകുളത്തെ വൈദികർ നരകത്തിൽ പതിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദികൾ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ മാത്രമാണ്, മേജർ ആർച്ച് ബിഷപ്പാണ്, അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവാണ്. അതുകൊണ്ട് ഇനി പ്രിയ പിതാക്കന്മാരോടും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനോടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരോടും അവസാനമായി ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ആരും ഇനി ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കരുത്, ദൈവത്തെക്കുറിച്ച് ഒരാളോടും പറയരുത്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സംസാരത്തിൽ ദൈവികതയും നിങ്ങളുടെ പ്രവർത്തികളിൽ പൈശാചികതയുമാണ്. നിങ്ങൾ എന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയാലും ഞാനിത് പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ സഭയുടെ മക്കൾ, കുടുംബത്തിലെ മക്കൾ, സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ, അവർ സങ്കടപ്പെട്ടാലും വിഷമിച്ചാലും പീഡിപ്പിക്കപ്പെട്ടാലും അവരെ ആരെല്ലാം അവഹേളിച്ചാലും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല, ഒരു സങ്കടവുമില്ല. അതാണ് ഈ കാലഘട്ടത്തിലെ പിശാചിന്റെ ഏറ്റവും വലിയ വിജയം. ആ വിജയം നടപ്പാക്കുന്നത് സഭയിലെ 350 വൈദികരിലൂടെയും സഭയിലെ 50 മെത്രാന്മാരിലൂടെയുമാണ്. നന്ദി.